ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കിക്കുറു കണ്ടില്ലേ, കയറി പോരും കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. അപ്പം എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ബാക്കി വൈകുന്നേരത്തെ വിശേഷങ്ങളും ഒക്കെ ആട്ടോ. അപ്പം ഉച്ചവരെയുള്ള വീഡിയോ ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ബാക്കിയാട്ടോ, ഇന്നലെ വൈകുന്നേരത്തെ കാര്യങ്ങളാട്ടോ. അപ്പം ഉച്ച കഴിഞ്ഞാണ് മീനൊക്കെ കൊണ്ടുവന്ന് വൈകുന്നേരം ആയപ്പം. അപ്പം ഞാൻ മേല് കഴുകാൻ നേരം ആയപ്പം മുഖമൊന്ന് ഫേഷ്യൽ ചെയ്തൊക്കെ ആട്ടോ കാണിച്ചത്. പപ്പായ ഉപയോഗിച്ച് നമ്മൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴാട്ടോ ഒന്നുകൂടി രാവിലത്തെ കുളി കഴിഞ്ഞ് ഒന്നുകൂടി മേലൊക്കെ കഴുകും. അതിന് മുന്നേ ആയിട്ടുള്ള കാര്യങ്ങളും മീൻ കൊണ്ടുവന്ന കാര്യങ്ങൾ, ഈ മീനൊക്കെ കറി വെക്കും കേട്ടോ. അപ്പം മീൻ കുറച്ച് ഫ്രൈ ചെയ്യുകയും കേട്ടോ ഇങ്ങനെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരാറ്. അപ്പം നമ്മൾ എന്തായാലും വൈകുന്നേരം നമുക്കിങ്ങനെ ഒരു മീൻ കറി എന്നും ഉള്ളതാട്ടോ. കുറച്ച് പൊരിക്കുകയും ചെയ്യും, പിന്നെ കുറച്ച് ഭാഗം നമ്മൾ കറി വയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പം പുറത്തെ മുറ്റത്തെ അടുപ്പി വെച്ചായിരുന്നു നമ്മൾ വെട്ടിയതും കറി വെച്ചതുമൊക്കെ. നല്ല വിറകുണ്ട് കേട്ടോ. അപ്പം നല്ല വിറക് ഇങ്ങനെ നല്ലോണം കത്തും, നല്ല സുഖം കേട്ടോ മഴയൊക്കെ പെയ്ത് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് നല്ലോണം വിറക് നമ്മളിങ്ങനെ ഒടിച്ചൊടിച്ച് ഇങ്ങനെ ഈ കുക്കിങ് കഴിഞ്ഞ് ഈ തീ ചൂടത്ത് തന്നെ വെക്കും കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല മൊരിഞ്ഞിരിക്കും കേട്ടോ. നല്ല സുഖം കേട്ടോ കത്തിക്കാൻ. എനിക്ക് ഗ്യാസിൽ തീ കത്തിക്കുന്നതിലും ഇഷ്ടം കേട്ടോ ഇതിനകത്ത്. പിന്നെ കരിയുടെ ഒരു പ്രശ്നമേ ഉള്ളൂ, കരിയാകും കയ്യിൽ. അത് നമ്മളെന്ത് ചെയ്യും, ഞാൻ ഇവിടെ തന്നെ വെച്ച് ഈ ചട്ടി ഈ കുക്കിങ് കഴിഞ്ഞ് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യും കേട്ടോ. മാറ്റിയിട്ട് ആ പാത്രം അവിടെ തന്നെ വെച്ച് കഴുകും. അപ്പോൾ കരിയുടേതായ ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ അതിലേക്ക് വേണ്ടുന്ന മുളക് പൊടി നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണല്ലോ. എപ്പോഴും നമ്മൾ ഈ മത്തി കറി, മത്തി വറക്കുന്നത് ഇതൊക്കെയല്ലേ കാണിക്കാറ്. അപ്പം അത് സ്ഥിരം കാണിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അധികം വിശദീകരിക്കുന്നൊന്നുമില്ല കേട്ടോ. അതിലേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടില്ല, മുളക് പൊടി, മുളകിട്ടാണ് മത്തി കറി വയ്ക്കുന്നത്. ഇപ്പം മത്തിക്ക് അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലതാട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ കുനുകുനാന്ന് കൊത്തി അരിയോ കേട്ടോ ചെയ്തത്. അതാണ് ഞാൻ ആദ്യം മൂപ്പിച്ചത് കേട്ടോ. പിന്നെ അതിലേക്ക് ഇങ്ങനെ ഉള്ളി, പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത്, പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ നല്ലോണം വഴന്നു വന്നു. കൊത്തി അരിഞ്ഞുകൊണ്ട് നൈസായി അരിഞ്ഞുകൊണ്ട് വേഗം വഴന്നു വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അങ്ങനെ അതൊന്ന് നല്ലോണം പുളി, പിന്നെ ഇതിന് കുടംപുളി ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിങ്ങനെ നല്ലോണം വെട്ടിത്തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ അതിനകത്തേക്ക് പെറുക്കിയിടാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വിറകൊക്കെ കത്തുന്നത്, നല്ല കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ചാരം പറക്കും, അങ്ങനെയൊക്കെ കുറച്ച് ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അമ്മയാട്ടോ മുളക് തിരുമ്മി തന്നത് പൊരിക്കാനുള്ളതിന്. എല്ലാവർക്കും പിന്നെ ഞാൻ ഒരുപാട് സ്നേഹം കമൻറ്റിലൂടെയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും എനിക്കൊത്തിരി ബിഗ് താങ്ക്സ് കേട്ടോ. ഒരുപാട് സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരോടും. എടുത്തു പറയത്തക്കതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് ഒന്ന് മാത്രം കേട്ടോ എൻ്റെ വീഡിയോയുടെ, എൻ്റേന്ന് പറയുന്നില്ല കേട്ടോ, നമ്മുടെ വീഡിയോ അങ്ങനെ പറയുന്നതായിരിക്കും ഒന്നുകൂടി. നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു യാത്രയിലാണല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോകാനും എന്നെ സഹായിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തർ തരുന്ന സ്നേഹവും ഒക്കെ ആട്ടോ. അപ്പം കണ്ടില്ലേ, കുരുമുളകും വെളുത്തുള്ളിയും കുറച്ച് വൈകിയായിട്ട് പുരട്ടി കഴിഞ്ഞ് അമ്മ മറന്നുപോയി അത് ചേർക്കാൻ. പിന്നെ ഞാൻ ലാസ്റ്റായിട്ടോ കുരുമുളകും വെളുത്തുള്ളിയും നല്ലോണം മിക്സിയിൽ ഒരുവിധം മിക്സി എന്തോ ഇപ്പം ചെറുതായിട്ട് അരവ് കുറവാട്ടോ. പിന്നെ അതിലേക്ക് കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളിയും കൂടി ഇട്ടൊന്ന് വെട്ടി കുറുകി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കണ്ടില്ലേ മീൻ പെറുക്കിയിടാം കേട്ടോ. പിന്നെ എല്ലാം ഈ മുറ്റത്തല്ല, നമ്മളെല്ലാം അകത്തായതുകൊണ്ട് നമ്മൾ ഓരോ സാധനവും അകത്ത് പോയി എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിൽ നിന്ന് എടുത്ത് മുറ്റത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. പക്ഷേ എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിന്ന് എല്ലാം കുക്ക് ചെയ്തെടുക്കാൻ നല്ല സുഖം കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ ഇക്രുവും പീറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഏകദേശം മീൻകറി ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ചട്ടിയിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ.
അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. ഇനി നമുക്കിത് പൊരിക്കേണ്ടതായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല കനലാട്ടോ തീയ്ക്ക്. അപ്പം ഞാനിതെന്ത് ചെയ്തു, അമ്മ വാങ്ങി വെച്ച് ഞാനൊന്ന് കൈ കൊണ്ട് ചട്ടിയിലൊന്ന് തൊട്ട എൻ്റെ കൈയാണെ പൊള്ളിയും പോയി കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മീൻ കറി കേട്ടോ. എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മുളകൊക്കെ ഇട്ട് നല്ല മത്തിക്ക് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ പൊരിക്കാനുള്ളത് വെച്ചു കേട്ടോ. നമ്മൾ അന്നന്നേക്കുള്ള മത്തി മോൻ പിന്നെ വൈകുന്നേരം വരുന്നുണ്ട്, എന്നും അന്നന്നത്തേക്കുള്ള മേടിക്കുക കേട്ടോ. അത് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ പിന്നെ പിറ്റേ ദിവസം കേട്ടോ മേടിക്കുന്നത്. അങ്ങനെയാണ്. നമ്മൾ ഫ്രിഡ്ജിലൊന്നും മേടിച്ചധികം വെക്കാറില്ല. എന്നും യാത്ര ചെയ്യാൻ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്നും മേടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ മീൻ മേടിക്കുക. മിക്ക ദിവസം തന്നെ മത്തി കേട്ടോ. മത്തി കുട്ടികൾക്കൊക്കെ നല്ലത് ഒമേഗ 3 ഫാറ്റി ഉണ്ട്. വളർന്നു വരുന്ന ചെറിയ കുട്ടികൾക്കും ഈ മത്തി കൊടുക്കുന്ന വഴി അവരുടെ തലച്ചോറിനും വികാസത്തിനും ഒക്കെ ഒരുപാട് നല്ലതാട്ടോ. ഈ മത്തിയിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ മത്തി കൊടുത്തോളൂ, കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. എനിക്ക് ഈ ചെറുമീനുകളാണ് വലിയ മീനുകളെ കഴിഞ്ഞും ഇഷ്ടം. നമുക്ക് എന്താ അറ്റാക്കിന് വരെ അടുക്കാനുള്ള ഈ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഈ ചെറുമീനുകളിലുണ്ട് കേട്ടോ. നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും ഒക്കെ നല്ലതാട്ടോ. അതുകൊണ്ട് എന്നും ദിവസേന ഇങ്ങനെ ഈ മുള്ളു ഒക്കെയുള്ള ചെറുമീനുകൾ നമ്മൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിനും നല്ലതാട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ ഈ ടാങ്കിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. അത് അരിച്ച് അതിലേക്ക് വീഴും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാനും മഴവെള്ളം പാത്രമൊക്കെ കഴുകാൻ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ കഴുകിയ പാത്രങ്ങൾ അന്നേരം തന്നെ അവിടുന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ കഴുകിയെടുത്ത് അകത്തേക്ക് വെച്ചു കേട്ടോ. അതൊക്കെയാണ് ഇന്നലത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളാട്ടോ അതൊക്കെ. പിന്നെ ഇത് രാവിലെ ഞാനിന്ന് 4:30 ഇന്നും എഴുന്നേറ്റു കേട്ടോ. ഗ്യാസിലാണ് കഞ്ഞി വെച്ചത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് യോഗ ചെയ്തു കേട്ടോ. കഞ്ഞി നമ്മൾ കുക്കറിലിട്ട് കുറച്ച് സമയമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കാലിലും കൈക്കൊക്കെ ഒരു തരിപ്പും വേദനയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഉള്ളിലേക്ക് ഒരു 10 തവണ ശ്വാസം എടുക്കുക, കുറച്ച് നേരം പിടിച്ചു വയ്ക്കുക, എന്നിട്ട് ശ്വാസം മെല്ലെ അയച്ചു വിടുക. ഈ ഒരു രീതിയാട്ടോ. ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്ഥിരം യോഗയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ സർജറി കാരണമാണ് ഞാനെല്ലാം നിർത്തിവെച്ചത്. അതിൻ്റെ ഒരു ഇത് ബോഡിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സർജറി ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം മാറ്റി വെച്ചത്. പെട്ടെന്നൊന്നും ഞാൻ പിന്നെ വേറെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. ഇപ്പോൾ വീണ്ടും ഞാൻ യോഗ എക്സസൈസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ രാവിലെ എന്നും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കുറച്ച് സമയത്തേക്ക്. അപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു. രാവിലെ നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും. അപ്പം ഞാൻ രാവിലെ ഒന്ന് വീഡിയോ എടുത്താൽ ഇത് നമ്മുടെ കൈകൾക്കൊക്കെ കൊടുക്കാമെന്ന് കേട്ടോ. ഇങ്ങനെ നല്ലോണം കൊടുക്കാൻ പറ്റുന്നൊരു എക്സസൈസാട്ടോ. അപ്പം ഞാൻ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ വയറ് കുറയ്ക്കാനും വയറിന് ഷേപ്പ് ആകാനും വേണ്ടിയിട്ടുള്ള ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് വേറെ ഒരു എക്സസൈസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ വരും ദിവസങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. നല്ല വ്യത്യാസം എനിക്കൊരു നല്ല വ്യത്യാസം തന്നൊരു ടിപ്സായിരുന്നു കേട്ടോ. അത് എനിക്ക് മോളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തടി വെച്ചപ്പോൾ ഞാൻ ചെയ്തതാണ്. അതുവഴി എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നൊരു എക്സസൈസാട്ടോ. അപ്പം ഞാൻ അതും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിലല്ല, അടുത്ത വീഡിയോസിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ബെല്ലി ഫാറ്റ് അതൊക്കെ നമ്മുടെ ഫാറ്റ് ലോവർ ബെല്ലിക്കും പിന്നെ അപ്പർ ബെല്ലിക്കും കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള എക്സസൈസുകൾ വേറെയുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ. പിന്നെ ഞാൻ ഗോതമ്പാണേ ഇന്ന് ഗോതമ്പ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് അതിലിങ്ങനെ വട്ടം കറക്കി കേട്ടോ എൻ്റെ ചപ്പാത്തി പരത്തുന്ന മെത്തേഡ്. ഞാൻ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഞാൻ ആ പേപ്പർ അടിയിലിട്ടു, അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇടുമ്പോൾ തെന്നി അങ്ങനെ പരത്തി വയ്ക്കും കേട്ടോ. പിന്നെ ഇത് ഞാനിങ്ങനെ പരത്തി എല്ലാം ഒന്നിച്ച് വെച്ചിട്ട് ഒന്നിച്ചാട്ടോ ചുടാറ്. അപ്പം ഞാൻ മുറത്തിലായിരുന്നു. അവിടെ ചക്കക്കുരു ഉണക്കാൻ വെച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഈ നമ്മുടെ ഫാൻ വന്നതിൻ്റെ ഒരു ഫാനിൻ്റെ ഒരു കഷ്ണം എടുത്ത് അതിലൊരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ചപ്പാത്തി പരത്തി വയ്ക്കുക കേട്ടോ ചെയ്തത്. അപ്പം വീട്ടിലെ ഉപയോഗശൂന്യമായ കാര്യങ്ങളും നമുക്ക് ചിലപ്പം
എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗപ്പെടില്ലേ, പെട്ടെന്ന് എനിക്ക് കണ്ണിൽ തടഞ്ഞതാട്ടോ. അപ്പോൾ അത് രാവിലെയാണ്, തിരക്കാണ്, അതുകൊണ്ട് രാവിലെ എൻ്റെ കണ്ണിൽ തടഞ്ഞതാണ്. ചക്കക്കുരു ഇരിക്കുന്നുണ്ട്, മുറം എടുക്കാനും പറ്റില്ല കേട്ടോ. അന്നേരം പെട്ടെന്ന് ഞാൻ ചെയ്താട്ടോ ആ ഒരു മെത്തേഡ്. അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഏകദേശം പരത്തി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. ഇതൊക്കെയുള്ളായിരുന്നു ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാവട്ടെ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. എനിക്ക് ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മുടെ അയലക്കത്തുള്ള ചേച്ചി കുശലം പറയാനൊക്കെ വന്നു കേട്ടോ. അമ്മയൊക്കെ ആയിട്ട് അങ്ങനെ കുശലം പറഞ്ഞ് വൈകുന്നേരം ചെടിക്ക് വെള്ളം ഒഴിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിച്ച വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ കുശലമൊക്കെ പറഞ്ഞ് നമ്മുടെ ഇക്കുറും കുശലം പറയാൻ വന്നു കേട്ടോ. ഇക്കുറു ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ചെടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും കേട്ടോ. നമ്മുടെ അഗ്ലോണിയ, പിന്നെ എന്താണ് കലാത്തിയ, അങ്ങനെയൊക്കെ കുറേ ചെടികൾ ഞാൻ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൂമ്പെടുക്കുന്നതും അതൊക്കെ നോക്കി അതിന് കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് അങ്ങനെ ഒരു വൈകുന്നേരങ്ങൾ കേട്ടോ. കണ്ടില്ലേ, കുട്ടി തൈകൾ നട്ട് വെച്ചേക്കുന്ന കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ വീഡിയോയൊക്കെ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. എനിക്കിഷ്ടമാട്ടോ ഇങ്ങനെ ഇലച്ചെടികൾ, ഇങ്ങനെ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ. ഇത് നമ്മൾ ഇൻഡോറായിട്ട് വെക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള ചെടികൾ നമുക്ക് സെറ്റ് ചെയ്യാനും വേനൽക്കാലത്തൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുവാണേ. അപ്പോൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും വരും ദിവസങ്ങളിലും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് വീഡിയോയുടെ സുഗമമായ യാത്രയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും കമൻസും ഒക്കെ എനിക്ക് വളരെയധികം വിലപ്പെട്ടതും ആട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.